എറണാകുളത്തെ ഏത് രീതിയിൽ മഴ പെയ്യുന്നു എന്ന് കെ ഉമേഷിനോട് ചോദിക്കാം. നേരത്തെ ഉമേഷ് ആലുവ സൈബർ ക്രൈം ഓഫീസിന്റെ മുൻപിലായിരുന്നു നിന്ന് സംസാരിച്ചത്. അപ്പോൾ അവിടെ മഴയുണ്ടായിരുന്നില്ല. നിലവിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട് എറണാകുളം ജില്ലയിൽ. അപ്പോൾ എങ്ങനെയാണ് മഴയുടെ സാഹചര്യം എന്നുകൂടെ ഉമേഷിനോട് ചോദിക്കാം. ഉമേഷ്, എന്താണ് മഴയുടെ അവസ്ഥ? വിനിഷ, മഴ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെയൊക്കെ പുലർച്ചെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലർച്ചെ സമയത്ത് രാവിലെ ഒരു 5 മണി മുതൽ ഒരു 7 മണി വരെയുള്ള സമയം അത്യാവശ്യം മഴ പെയ്യാറുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നേരിയ ഒരു ചാറ്റൽ മഴ. ഇപ്പോൾ ഞാൻ കുട ചൂടിയിട്ടില്ല, അപ്പോൾ അതിനർത്ഥം അത്രയ്ക്കൊന്നും മഴയില്ല. കുട പിടിക്കാവുന്ന അത്ര മഴ ഇപ്പോഴില്ല. പക്ഷേ പൂർണ്ണമായും തെളിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ്. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിലും ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ എറണാകുളത്തിൻ്റെ മറ്റ് ഇടങ്ങളിൽ, ഈ മലയോര മേഖലയൊക്കെ ഉണ്ട്, കോതമംഗലം, ആ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അപകടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് ഉണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന ജാഗ്രതാ നടപടികൾ തന്നെ മാത്രമേ ഇത്തവണയും എറണാകുളത്തും ഉള്ളൂ. കടലിൽ പോകുന്നതിനൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഈ കുന്നിൻ ചെരുവിൽ താമസിക്കുന്നവരോടും ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് മാറി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നൊക്കെ അവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും മറ്റ് നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇതുവരെ എറണാകുളത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇപ്പോഴും വലിയ മഴയുണ്ട് എന്ന് പറയാനാകില്ല. നേരിയ ചാറ്റൽ മഴ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ അല്പസമയം കഴിയുമ്പോഴേക്കും, ഒരു ഉച്ചയോടെയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ വരാനുള്ള സാധ്യതയുള്ളത്. ഇന്നലെയൊക്കെ അങ്ങനെയാണ് കണ്ടത്. വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയോ അങ്ങനെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒന്നും തന്നെ ഇല്ല. നിലവിൽ സുരക്ഷിതമാണ് എറണാകുളം ജില്ലയിലും. വലിയ നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല. വിനിഷ. ശരി, അതെ, അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഏതായാലും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. നാട്ടികയിൽ മഴയില്ല, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. 9 മണിക്ക് ശേഷം വെയിൽ വരുമെന്നാണ് ബാബു TS പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ആ 9 മണിയുടെ കണക്ക് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും കൊല്ലത്ത് അവധി വേണമെന്നാണ് മുഹമ്മദ് MA പറയുന്നത്. മലയോര പ്രദേശങ്ങളിൽ ഭീതിജനകമായ സാഹചര്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. റെജി മാത്യുവും അതുപോലെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. മഴ പെയ്യുന്നത് ഭൂമിയുടെ ചൂട് കുറയ്ക്കുമെങ്കിലും ചങ്കില് തീയാണ്. കോട്ടയം ജില്ലയിൽ കറുകച്ചാൽ നെടുങ്കുന്നം മേഖലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് എന്നാണ് റെജി പറയുന്നത്. ഏതായാലും പേടിക്കാതിരിക്കുക, മഴയെ പേടിക്കാതിരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഇതിനോടകം തന്നെ മഴയുള്ള ജില്ലകളിലെ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ടാകും. അപ്പോൾ പേടിക്കാതിരിക്കുക, ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. യെല്ലോ അലേർട്ടാണ് 8 ജില്ലകളിൽ, തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള 8 ജില്ലകളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ജില്ലക്കാർ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്.